ഹലോ. യെസ് മാഡം. നമ്മൾ എന്ത് ആക്ഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല മാഡം. നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുചെല്ലും. അയാൾ ജഡ്ജിനോട് ചോദിക്കും, യുവർ ഓണർ, ഏമാന്റെ അച്ഛൻ ഏമാനെ നല്ല രീതിയിൽ വളർത്തിയത് കൊണ്ടല്ലേ ഏമാൻ ജഡ്ജിയായത്? വളർത്തു ഗുണം കൊണ്ടല്ലേ ഈ ഇരിക്കുന്ന സാറന്മാരെല്ലാം പോലീസും വക്കീലുമായത്? പിന്നെ ദേ ഈ പാട്ടും പാടും. എല്ലാ കുളന്തയും നല്ല കുളന്തൈതാൻ മണ്ണിൽ പിറക്കയിലേ, അവൻ നല്ലവനാവതും കെട്ടവനാവതും അന്നൈ വളർപ്പതിലേ. പാട്ട് പാടിക്കഴിഞ്ഞാൽ അയാൾ പറയും, എന്നെ വളർത്തിയത് സർക്കാരാ, ഞാനിങ്ങനെ ചീത്തയായതിന്റെ കാരണം സർക്കാർ വളർത്തിയോണ്ടാ, അതുകൊണ്ട് സർക്കാരിനെ ശിക്ഷിക്കണം. അവസാനം കോടതി അയാളെ വെറുതെ വിടും. അത് മാത്രമല്ല മാഡം, അയാളുടെ വീട്ടിലിരുന്നല്ലേ മദ്യപിക്കുന്നത്. നിർത്തണോ? സ്വന്തം വീട്ടിലായാലും മദ്യസൽക്കാരം നടത്തണമെങ്കിൽ ഗവൺമെന്റിന് 10,000 രൂപ കെട്ടിവെക്കണം. ഒരു വ്യക്തിക്ക് വീട്ടിൽ കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് എത്രയെന്ന് തനിക്കറിയാലോ? അറിയാം മാഡം, പക്ഷേ ഇത് ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ദം. എന്താ മാഡം? ഗവൺമെന്റിന് കിട്ടേണ്ട 10,000 രൂപ അയാളുടെ അലവൻസ് കട്ടിലേക്ക്. താൻ അയാളെ കസ്റ്റഡിയിൽ എടുക്കും, അതോ തനിക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കും? പിന്നെ 10,000 രൂപ ഗവൺമെന്റിന് കിട്ടിയ സ്ഥിതിക്ക് അയാൾ അങ്ങ് ഒഴിവാക്കാം. പിന്നെ മാഡത്തിനെ ഡിസ്റ്റർബ് ചെയ്ത ബാക്കി 2 ഞാൻ ഇപ്പൊ തന്നെ വെക്കും. സർക്കാരേട്ടാ, സാറെന്താ ഈ നേരത്ത് കള്ളുകുടിച്ചിനെ അറസ്റ്റ് ചെയ്യാൻ വന്നത്? സർക്കാർ വരണ്ട, 2 കുഞ്ഞുങ്ങളെ എനിക്ക് തന്നാ മതി. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ സാർ? ഇനി ഞാനൊരു കല്യാണം കഴിച്ച് അതിൽ 2 കുഞ്ഞുങ്ങളുണ്ടായി, അതിനെ ഞാൻ സാറിന് തന്ന്. ആ 2 പൈതങ്ങളെ ഇവരെയാ? അതെന്തിന്? മാഡത്തിനൊരു ചെറിയ കംപ്ലൈന്റ്, തൊപ്പി തെറിക്കുന്ന ഏർപ്പാടാ. കൊണ്ടുപോയിക്കോ, പക്ഷെ അവിടെ ചെന്നിട്ട് ഒരുമാതിരി പോലീസുകാരുടെ സ്വഭാവം കാണിക്കരുത്. എന്നാ കൂട്ടത്തിൽ പെടുത്തരുത്. ഞാൻ ഇവരിവിടുന്ന് കൊണ്ടുപോയിട്ട് ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കാലത്ത് ഇവിടെ എത്തിക്കും. ഉറപ്പ്? അന്ന് ചെല്ലു മക്കളെ. അതെന്താ ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റിലിരിക്കും. ഇരുന്ന എന്താ? നോക്കിക്കോളാം. ചെല്ലു മക്കളെ, ചെല്ല്. ഇത് കൂടി. താങ്ക്സ്. ഇത് കടി. താങ്ക്സ്. എന്നാ പിന്നെ ദാ കുടി. ഗുഡ് നൈറ്റ്. പിടി കുടി കടി, ഒരു തുള്ളിയും കൂടി ഇല്ല തേണ്ടികള്. കൊതുകടി മാറാൻ ഇത് മതി. നീയൊക്കെ ആർഡിയോടെ വീടിന്റെ മുമ്പിൽ ഇരുന്ന് തന്നെ വെള്ളം ഒടിക്കലടാ. നിനക്കൊക്കെ ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന് വേണം യാത്ര ചെയ്യാൻ, അല്ലടാ? സാറ് സർക്കാരിന് വാക്ക് കൊടുത്താലേ ഞങ്ങളെ തൊടൂലെന്ന്. അതേടാ, ഞാൻ തൊടൂലടാ. നിന്നെയൊക്കെ ഇടിച്ച് ഇഞ്ച പരിവാക്കി നിന്റെ അണ്ണാക്കിലൊക്കെ ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഒഴിച്ചേരാടാ. 350, 350. ഇവനെയൊക്കെ കുനിച്ച് നിർത്തി ഇവന്റെയൊക്കെ എല്ലാം ഓരോന്നായി ഊരി എടുത്ത് ഇവനൊക്കെ കുടിച്ച അമ്മയുടെ മുലപ്പാല് കക്കിക്കാമെന്നുള്ള വ്യാമോഹം നിനക്കൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ മറ്റൊരു വെച്ചാ. ഇത് സർക്കാരിന്റെ മക്കളാണ്, എന്റെ ചോരടാ. ഇറക്കി വിടണ പൈതകളെ, കൊല്ലി ഞാൻ. വയ്ക്കോ, ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിക്കോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നാട്ടിൽ മഴയൊക്കെ ഉണ്ട്? പോടും സാർ, ഞങ്ങൾ എന്ത് ചെയ്യണം? തലയും കുത്തിക്കണോ? മണിക്കല്ലേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്? അതെ മാഡം. മാഡം ഇപ്പോഴേ സമയം വൈകി. ഈ ഒരു ഫയലും കൂടിയല്ലേ ഉള്ളൂ, അതും കൂടെ നോക്കിട്ട് പോ. എന്തടാ എന്തടാ എന്താന്ന് വിചാരിച്ചു? ഞാനൊന്നും വിചാരിച്ചില്ല. നീ ഒന്നും വിചാരിച്ചില്ലേ? ഒരൊറ്റാട്ടി തന്നെ ചപ്പക്കുറ്റിക്കെന്ന് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി കൊന്ന് കാട്ടിക്കളഞ്ഞാൻ. ജയിലെനിക്ക് പുത്തരിയല്ലെന്ന് നിനക്കറിയാലോ. മാഡം എവിടെ പോണ്ട, ഇതിനൊരു സമാധാനം ഉണ്ടാക്കിട്ട് പോയാ മതി. നിങ്ങൾക്കറിയോ, ദാ കാണുന്ന വീടേ എന്റെ അച്ഛനെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടതാ. ഈ നാറിയൊക്കെ കേറി നിരങ്ങുന്ന ഈ ആഫീസ് ഉണ്ടല്ലോ, എന്താ ഇതിന്റെ പേര്? എന്റെ അമ്മായി അമ്മയുടെ കമ്പി ആഫീസ്. ഇതാരാ ഉണ്ടാക്കിയെന്ന് നിനക്കറിയാമോ? നിന്റെ അച്ഛൻ. സർക്കാരിന്റെ. എന്റെ അച്ഛൻ. എന്നിട്ട് 10 പൈസ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാടക മേടിക്കുന്നുണ്ടോ? ഉണ്ടോടാ? നിന്റെ വായിൽ പഴം കുത്തി തിരിയിരിക്കുന്നു. വാടക മേടിക്കുന്നുണ്ടോന്ന്? ക്ഷമിക്കണം, കുറെ കാലം തറവാടിനകത്തായിരുന്നുകൊണ്ട് തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും സംസാരിക്കുന്ന ഭാഷ എനിക്ക് വശമില്ല. ഞാൻ എന്തെങ്കിലും ഇവരോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് നീ കണ്ടിട്ടുണ്ടോടാ?
ഇല്ല. പിന്നെ നീ എന്തിനാണ് എനിക്കിട്ട് നമ്പർ അടിക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്നും ചെയ്തില്ലേ? എന്റെ വീട്ടിൽ എനിക്ക് കുളിക്കണമെങ്കിൽ നിന്റെയൊക്കെ പെർമിഷൻ വേണമല്ലടാ. എനിക്കിവിടെ പാട്ട് പാടാൻ പാടില്ല, ഒന്ന് സ്മോൾ അടിക്കാൻ പാടില്ല, ചില്ലി ചിക്കൻ സ്കോച്ച് ബിസ്കി ഒന്നും അല്ല ഞാൻ ചോദിച്ചത്. കുളിക്കാൻ ഇത്തിരി വെള്ളം അത് ഈ തെണ്ടിക്ക് തരാൻ വയ്യല്ലേ? അത് കറണ്ട് ഇല്ലാത്തോണ്ട് മോട്ടർ ഓൺ ചെയ്തില്ല. കറണ്ട് മോട്ടർ ഉണ്ടായിട്ടാണോടാ അട്ടപ്പാടിയിലെ മുത്തങ്ങിലെ ആദിവാസികൾ കുളിക്കുന്നത്? അല്ല. ഇവിടെ കിണറില്ലേ? ഉണ്ട്. കപ്പിയിൽ ഉണ്ട്. ബക്കറ്റിൽ ഉണ്ട്. കിണറ്റിനകത്ത് ക്രൂഡ് ഓയിൽ ഒന്നും അല്ലല്ലോ, വെള്ളമല്ല. അതെ. മുകളിൽ ടാങ്കില്ലേ? ഉണ്ട്. എങ്കിൽ കോരി ഒഴിക്കണ വെള്ളം. മാഡം, അല്ലെങ്കിൽ വേണ്ട. RDO കുളിക്കുന്ന പോലെ ഒന്ന് കുളിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. അയ്യോ വേണ്ട, സർക്കാർ നിന്നേ. സർക്കാരിന് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് കുളിക്കണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം. എങ്കിൽ വാടാ. ഉള്ളത് പറയട്ടെ സർക്കാര്, കലക്കി. എന്റെ ഇത്രയും വർഷത്തെ സർവീസിനിടയ്ക്ക് ആദ്യമായിട്ടാ ഒരു RDO ഇതേപോലെ വഴിയാകുന്നത് ഞാൻ കാണുന്നത്. സർക്കാർ ഇങ്ങനത്തെ 4 പെർഫോമൻസ് നടത്തിയ അവര് ഫ്ലാറ്റ് നോക്കി നിൽക്കാതെ സോപ്പ് തേക്കാം. ഓ, ജയിലിലാണെന്ന് പറഞ്ഞിട്ട് എന്താ? സർക്കാരിന്റെ ബോഡിക്കൊക്കെ എന്തൊരു ഷൈനിങ്. സർക്കാർ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ അവരുടെ മുമ്പിൽ വെച്ച് എനിക്കിട്ട് ശരിക്കും താങ്ങിക്കോ. അവരെ ഇവിടുന്ന് കെട്ടിക്കേണ്ടത് എന്റെയും കൂടി ഒരു ആവശ്യമാണ്. ആൾക്കാർ ഇഷ്ടം പോലെ കൈക്കൂലി തരാൻ തയ്യാറാ. പക്ഷെ ഈ പൂതന ഒന്നിന് സമ്മതിക്കില്ല. ഇതിനു മുമ്പ് ഒരു സാർ ഉണ്ടായിരുന്നു, വേലായുധ എന്ന് തികച്ചു വിളിക്കില്ല. ആ സാറിന് വേണ്ടി ഞാൻ എന്തുമാത്രം കാശ് പിരിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്റെ വീടിന്റെ 2ാമത്തെ നിലയുടെ വാർപ്പ് നടക്കുമ്പോഴാ ഈ തിലോത്തമയുടെ അവതാരം. അതോടെ പുരപണി അവിടെ നിന്നു. ആദർശമല്ലേ ആദർശം. പുല്ലുവട്ടിയിലെ പട്ടി പുല്ല് തിന്നിയല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. അത് പുല്ലല്ലടാ. സർക്കാരിന് അറിയാമോ, വാളയാർ ചെക്ക് പോസ്റ്റിൽ എനിക്ക് പണി കിട്ടിയതാ. ആ സ്വർണ്ണഖനി വിട്ടിട്ട് ഞാൻ ഈ പണിക്ക് വന്ന് എന്തിനാണെന്ന് ചോദിക്കുക. എന്തിനാ? ഇൻകം ടാക്സ് റെയ്ഡ് പേടിച്ച്. എനിക്ക് വലിയ അത്യാഗ്രഹമൊന്നുമില്ല. ഒരു 4-5 ബംഗ്ലാവ്, 1-2 എസ്റ്റേറ്റ്. അവളെ ഇവിടുന്ന് കെട്ടിക്കാതെ അതൊന്നും നടക്കൂല സർക്കാരേ, നടക്കൂല. അപ്പൊ നിങ്ങൾക്കാർക്ക് അവളെ ഇഷ്ടമല്ലേ? ഏയ്, സർക്കാരിനെക്കാളും കഷ്ടമാ ഞങ്ങളുടെ അവസ്ഥ. സർക്കാരെ, നമുക്കൊരു പരസ്പര സഹകരണ അടിസ്ഥാനത്തിൽ നീങ്ങിയാലോ? ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഇപ്പൊ അതിനുവേണ്ടി പാലം പണിയാൻ പറ്റുമോ? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞല്ലേ സർക്കാരെ. സർക്കാരിന് കോടിക്കണക്കിന് ആസ്തിയുണ്ട്. കയ്യിൽ വന്നാൽ അതെല്ലാവർക്കും വാരിക്കോരി കൊടുക്കാനുള്ള മനസ്സുണ്ട്. ഈ ജന്തു ഇവിടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. കയ്യിൽ കസ്തൂരി വെച്ചിട്ട് കാക്ക പൊന്നിന് അലയേണ്ട കാര്യമുണ്ടോ സർക്കാരെ? വേണ്ട. ദേ അങ്ങോട്ട് നോക്കിയേ. അത് തേക്കല്ലേ? സർക്കാർ ഒന്ന് മൂളിയാ മതി. രാത്രിക്ക് രാത്രി അതാരും അറിയാതെ മുറിച്ച് മാറ്റി തരുന്ന കാര്യം ഞാൻ ഏറ്റു. സ്വന്തം പറമ്പീത് മോട്ടിക്കാനാ? അതൊന്നും ശരിയാവില്ലേ? ശരിയാവും. ഇപ്പൊ തന്നെ ഈ മാസത്തെ വരുമാനം മുഴുവൻ ഫൈനായിട്ട് അവർക്ക് അടച്ചു തീർത്തില്ലേ? മനസമാധാനത്തോടെ ഒന്ന് സ്മോൾ അടിക്കാൻ പോലും പറ്റണില്ല എന്ന് സർക്കാർ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? പോക്കറ്റിൽ എപ്പോഴും കെട്ടുകണക്കിന് രൂപയുണ്ടെങ്കിൽ അതിന്റെ പവർ ഒന്ന് വേറെയാണ് സർക്കാര്. സർക്കാർ തന്നെ കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. വെട്ടാൻ ഈ തോമസ് ഊട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എവിടെയെങ്കിലും തേക്ക് കളവ് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉറപ്പിക്കാൻ അത് തോമസ് ഊട്ടിയാണെന്ന്. ഒരു കള്ളത്തടി എക്സ്പെർട്ടാ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെട്ടുമ്പോ ശബ്ദം ഉണ്ടാക്കാതെ വെട്ടാൻ പറ. കൊള്ളാം. മുറിച്ച മരം പോലും അറിയില്ല. പറഞ്ഞു കേട്ടല്ലോ തോമസ് ഊട്ടി. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കണം. ഇങ്ങനെ ഒരു മുതൽ ഇവിടെ നിന്ന കാര്യം പോലും ഒരാളും അറിയില്ല. വേലായുധാ, ഈ പൂതനയ്ക്ക് എന്താ രാത്രി ഉറക്കൂല്ലേ? ഇല്ല, ആനയുടെ ചെവിയും വെച്ചോണ്ടിരിക്കല്ലേ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ദാ വരുന്നേ. മാഡം, എന്താ ഒരു സൗണ്ട്? ഒന്നുമില്ല മാഡം, വല്ല ചീവീടുമായിരിക്കും. ചീവീടൊന്നുമല്ല, വേറെ എന്തോ ഒരു സൗണ്ട് ഞാൻ കേട്ടു. അത് ഈ കാറ്റും മരത്തിൽ അടിക്കുമ്പോ ഉണ്ടാകുന്ന മർമ്മരല്ലേ, അതുമല്ലായിരിക്കും. അതൊന്നുമല്ല, ടോർച്ചിങ് ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല, ഈ കള്ളന്മാരും ഇഴജന്തുക്കളും ഒക്കെ ഉള്ള സ്ഥലം. ഇപ്പൊ അങ്ങോട്ട് പോണോ? 4 ചക്രം കിട്ടുന്ന ഇല്ലാതാക്കും. വരുന്നു മാഡം. RDO വരുന്നുണ്ട്. RDO വരുന്നുണ്ട്. വിളിച്ചു പോകുന്നേ? അല്ല, വല്ല ഇഴജന്തുക്കളോ പാമ്പോ ആനയോ വല്ലതും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ നമ്മുടെ ആയുധങ്ങളൊന്നും ഇല്ല. പാമ്പേ, RDO വരുന്നുണ്ട്. ആനേ, RDO വരുന്നുണ്ട്. ഓടിക്കോ, ഓടിക്കോ. ആരോ തേക്ക്
തേക്ക് മുറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. ആർക്കടാ ഗവൺമെന്റിന്റെ തേക്ക് മുറിക്കാനുള്ള ധൈര്യം? വല്ല മരം കൊത്തി പക്ഷിയായിരിക്കും മാഡം. അത് ശരി, മരം കൊത്തി ഇങ്ങനെ വാളും കോടയിലേക്ക് വെച്ച് സ്മോൾ അടിച്ചിട്ടാണ് മരം കൊത്താൻ പോണത്. അത് പോടും. ലുക്ക് മിസ്റ്റർ നമ്പ്യാർ, നിങ്ങൾ ശ്രീമംഗലത്തെ റിസീവർ ആയിരുന്ന പീരീഡിലെ കണക്കുകൾ കഴിഞ്ഞ 3 വർഷമായി ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഡം, എല്ലാ കണക്കുകളും ഓരോ വർഷവും ഞാൻ കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കാം. അതേ കോടതിക്ക് തന്നെ നിങ്ങളിൽ അവിശ്വാസം വന്നതുകൊണ്ടല്ലേ ഗാർഡിയൻ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ മാറ്റി എന്നെ റിസീവറായി നിയമിച്ചത്. ഞാൻ ചാർജ് എടുത്തപ്പോൾ തന്നെ പഴയ കണക്കുകളുടെ അനോമലീസ് ഇയാളെ അറിയിച്ചതാണ്. Now this is the latest one, sir. മൂന്നാറിലെ ശ്രീമംഗലം പ്ലാന്റേഷന്റെ നല്ലൊരു പോർഷൻ, അപ്രോക്സിമേറ്റ്ലി 100 ഏക്കേഴ്സിന്റെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് സർ. മാഡം, ശ്രീമംഗലത്തിന്റെ യഥാർത്ഥ അവകാശി മുകുന്ദൻ മേനോൻ പറയാതെയോ അറിയാതെയോ ഞാൻ ഓരോ ട്രാൻസാക്ഷനും നടത്തിയിട്ടില്ല. യു ക്യാൻ ആസ്ക് ഹിം. Who is this മുകുന്ദൻ മേനോൻ? അയാൾക്ക് എപ്പോഴാണ് ഗവൺമെന്റ് സ്വത്ത് കൈമാറിയത്? സ്വത്ത് കൈവശം വരാതെ അയാൾ എങ്ങനെ ട്രാൻസാക്ഷൻ നടത്തും? എനിഹൗ ദ ഫയൽസ് ആർ വിത്ത് മീ. എവിടെയോ ചില തിരിമറികൾ നടന്നിരിക്കുന്നു. യു വിൽ ബി ആൻസറബിൾ ഫോർ ദാറ്റ്.